നന്നായി ഉറങ്ങി. ഇന്നലത്തെ ക്ഷീണമൊക്കെ മാറി. ഇപ്പോൾ സമയം 5 മണിയായി. എൻ്റെ പടക്കുതിര ഇവിടെ റെഡിയായി നിൽക്കുന്നുണ്ട്. ഇതാണ് ഞാൻ താമസിച്ച ഹോട്ടൽ പ്ലാസ. സാധനങ്ങളൊക്കെ പാക്ക് ചെയ്ത് കാറിൽ സെറ്റ് ചെയ്തു. ഇനി ഹൈദരാബാദ് ടു ബാംഗ്ലൂർ. അപ്പോൾ യാൻസ് വേൾഡിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സമയം 5 മണി കഴിഞ്ഞ് 45 മിനിറ്റ്. ഇവിടെ നിന്ന് ബാംഗ്ലൂർ 8 hours കാണിക്കുന്നത്. ഇടയിൽ ഫുഡും റെസ്റ്റും ഒക്കെ ആയിട്ട് ബ്രേക്ക് എടുത്ത് ഏകദേശം ഒരു 4 മണിയാവുമ്പോൾ ബാംഗ്ലൂർ എത്താമെന്നാണ് വിചാരിക്കുന്നത്. ആദ്യം തന്നെ ടാങ്ക് ഫുള്ളാക്കാം. ഹോട്ടലിന് അടുത്തായിട്ട് തന്നെ ഒരു HP പെട്രോൾ പമ്പ് കണ്ടതുകൊണ്ടും യാത്രയിൽ പെട്രോൾ മിനിമം ആയാൽ റിസ്ക് എടുക്കാതെ ടോപ്പപ്പ് ചെയ്യുന്ന ശീലമായതുകൊണ്ട് ഞാൻ ഫുൾ ടാങ്ക് പെട്രോൾ അടിച്ചു. ഹൈദരാബാദ് ടു ബാംഗ്ലൂർ റോഡ് സൂപ്പറാണ്. ഈ റൂട്ടിൽ ട്രക്കുകളാണ് കൂടുതൽ. നേരത്തെ ഇറങ്ങിയതുകൊണ്ട് ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും കഴിച്ചില്ല. നല്ല വിശപ്പ് വന്നു തുടങ്ങിയിട്ടുണ്ട്. അങ്ങനെ സമയം 8 മണിയായപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ അത്യാവശ്യം ഓക്കെ ആയ ഒരു സ്ഥലം കിട്ടി. ഒരു അടിപൊളി മസാല ദോശയും ചായയും കഴിച്ച് വീണ്ടും ജേണി കണ്ടിന്യൂ. ഇതാണ് തുംഗഭദ്ര നദി. ഇത് ക്രോസ് ചെയ്യുന്നതോടെ നമ്മൾ തെലങ്കാനയിൽ നിന്ന് ആന്ധ്രാപ്രദേശിലേക്ക് എൻ്റർ ചെയ്യുകയാണ്. അടുത്ത മെയിൻ സിറ്റിയാണ് കർണൂൽ. കണ്ണൂരല്ല, കർണൂൽ. അങ്ങനെ ഓടിക്കൊണ്ടിരിക്കുമ്പോൾ വഴിയരികിൽ കുറേ ഓലക്കടകളിൽ മാങ്ങ വെക്കുന്നത് കണ്ട് അങ്ങനെ ഒരു കടയരികിൽ ഞാൻ നിർത്തി ഒരു 2 കിലോ മാങ്ങ വാങ്ങി. ഇവിടെ തന്നെയുള്ള തോട്ടത്തിൽ നിന്നാണെന്നാണ് ഇവർ പറഞ്ഞത്. സമയം 11 മണി ആയതുകൊണ്ടും നല്ല വിശപ്പുള്ളതുകൊണ്ടും അപ്പോൾ തന്നെ അവരുടെ മുന്നിൽ തന്നെ മാങ്ങ കട്ട് ചെയ്ത് അങ്ങ് കഴിച്ചു. എന്താ മധുരം എന്നറിയോ, അടിപൊളി മാങ്ങ. അങ്ങനെ മാങ്ങ തിന്ന് കുറച്ച് റെസ്റ്റ് എടുത്ത് ഇനി വീണ്ടും യാത്ര. ഇപ്പോൾ ലഞ്ച് ബ്രേക്കിന് ഒരു അടിപൊളി റെസ്റ്റോറൻറ്റിൽ എത്തിയിരിക്കുകയാണ്. സമരസ് വെജ്. ഇപ്പോൾ കർണാടകത്തിൽ എൻ്ററായി ലഞ്ച് ടൈം ആയതുകൊണ്ട് നല്ല ഒരു റെസ്റ്റോറൻറ്റ് നോക്കി വരുമ്പോഴാണ് ഹൈവേ സൈഡിലായിട്ട് നല്ല തിരക്കും അത്യാവശ്യം കാണാൻ കൊള്ളാവുന്നതുമായി ഈ ഒരു റെസ്റ്റോറൻറ്റ് കാണുന്നത്. മെനുവിൽ ഒരുപാട് ഐറ്റംസ് ഉണ്ടെങ്കിലും ഞാനൊരു സ്പെഷ്യൽ വെജ് താലി പറഞ്ഞു. പൂരിയും ചോറും 4-5 കറികളും പായസവും ഒക്കെ ആയിട്ട് ഒരു അടിപൊളി ഊണ്. നല്ല ഫുഡ്, നല്ല ആംബിയൻസ്, നല്ല തിരക്കുള്ള ഒരു സൗത്ത് ഇന്ത്യൻ സ്റ്റൈൽ റെസ്റ്റോറൻറ്റ്. ബാംഗ്ലൂർ എത്താൻ ഇനി ഒരു 100 കിലോമീറ്റർ കൂടി ട്രാവലുണ്ട്. ഒരു 5 മണിയോടെ ബാംഗ്ലൂർ എത്തും എന്ന് വിചാരിക്കുന്നു. അങ്ങനെ ഒരു 5:30 ബാംഗ്ലൂർ എത്തി. നൈറ്റ് ബാംഗ്ലൂർ ഫ്രണ്ടിൻ്റെ വീട്ടിലാണ് ഇന്ന് താമസം. ഒരു സൂപ്പർ ഡിന്നറൊക്കെ കഴിഞ്ഞ് നന്നായി ഒന്ന് കിടന്നുറങ്ങി നാളെ രാവിലെ ഇവിടെ നിന്ന് നാട്ടിലേക്ക് പോകണം.